ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഒരു വലിയ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്, നമുക്ക് സൗദി അറേബ്യ പെട്രോൾ തരാനായിട്ട് പോവുകയാണ്. അപ്പൊ പല ആൾക്കാരും ചോദിക്കുക, അവര് നമുക്ക് ഓൾറെഡി പെട്രോൾ തന്നുകൊണ്ടിരുന്നതാണല്ലോ, ഇപ്പൊ എന്താണ് അതിലൊരു വലിയ വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റഷ്യൻ ക്രൂഡ് ഓയിലിനെ കവച്ചു വെച്ചുകൊണ്ട് സൗദി അറേബ്യ $11 ഡിസ്കൗണ്ടിൽ നമുക്ക് ക്രൂഡ് ഓയിൽ തരാൻ പോകുന്നു. ഇതാണ് ഇന്ത്യയിലേക്ക് വീണ്ടും റഷ്യൻ ഇന്ധനത്തിന്റെ അനുസ്യൂതമായിട്ടുള്ള ഒരു പ്രവാഹം ഉണ്ടാകുന്നുണ്ട്, നമുക്കറിയാം. ഇപ്പോ നിലവിൽ സൗദി വലിയ ഡിസ്കൗണ്ട് അവരുടെ ക്രൂഡ് ഓയിലിന് നമുക്ക് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് റഷ്യയുടെ ക്രൂഡ് ഓയിലിന് വലിയ വെല്ലുവിളി സൃഷ്ടിച്ചിട്ടുണ്ട്. 2026 ജൂൺ മാസത്തിൽ മാത്രം $5.14 ബില്യൺ റെക്കോർഡ് ഇറക്കുമതിയാണ് ഇവിടേക്ക് നടന്നത്. ജൂലൈയിലും വരുന്ന ഓഗസ്റ്റിലും റഷ്യൻ ക്രൂഡ് പർച്ചേസ് ഉയർന്നു നിൽക്കുകയാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുമുണ്ട്. സൗദി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഓഗസ്റ്റിലെ ക്രൂഡ് വിലയിൽ സൗദി അരാംകോ ബാരലിന് $11 ഡിസ്കൗണ്ട് നൽകുന്നതായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് റഷ്യൻ ഇന്ധനത്തിന് കനത്ത വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. 2 പതിറ്റാണ്ടിനിടെയുള്ള ഏറ്റവും വലിയ കിഴിവാണ് ഇത്തരത്തിൽ സൗദി നൽകുന്നത്. യുക്രൈൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കിക്കൊണ്ടിരുന്നത് സൗദി അറേബ്യയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ വാർത്തയ്ക്ക് പല ആംഗിളുകളിൽ വലിയ പ്രാധാന്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, റഷ്യൻ ക്രൂഡ് ഓയിൽ ഇന്ത്യ മേടിക്കുന്നു. ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ട് നമ്മൾ ആ ക്രൂഡ് ഓയിൽ നിർത്തുന്നില്ല എന്നുള്ളത് മാത്രമല്ല, നമ്മൾ വീണ്ടും അത് കൂടുതൽ മേടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും റഷ്യക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു അടിത്തറ ഇന്ത്യയാണ്. കാരണം റഷ്യയുടെ ക്രൂഡ് റഷ്യക്ക് ഇന്ത്യയിലേക്ക് വിൽക്കാനായിട്ട് സാധിക്കും. അങ്ങനെ വലിയ രീതിയിൽ റഷ്യ നമ്മുടെ കയ്യിൽ നിന്ന് സാമ്പത്തികം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പല വേദികളിലും ഇത് പല ആൾക്കാരും പറഞ്ഞു നോക്കി. കാരണം യുക്രൈൻ കൂട്ടക്കൊലയ്ക്ക് ഇന്ത്യയാണ് ഫണ്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് അത് ജയശങ്കർ അവരെ തേച്ചൊട്ടിച്ച് വിടുന്നുണ്ട്. പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഇപ്പോഴും അത് ലഭ്യമാണ്. അമേരിക്ക പറഞ്ഞിട്ട് നമ്മൾ കേൾക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ലാഭമാണ്. നമ്മൾ എപ്പോഴും അന്താരാഷ്ട്ര വേദി പറയുന്ന എന്താണ്, നമുക്ക് റഷ്യക്കായിട്ട് പ്രത്യേക മമതയൊന്നുമില്ല. ആര് ക്രൂഡ് ഓയിൽ വില കുറച്ച് തരുന്നു, ആ ക്രൂഡ് ഓയിൽ നമ്മൾ മേടിക്കും എന്ന് പറയുന്നത്. ഈ സൗദി അറേബ്യ ആണെങ്കിൽ അമേരിക്കയുടെ വലിയ കയ്യാണ്. അപ്പൊ ഇവര് നമുക്ക് $11 കുറച്ച് ക്രൂഡ് ഓയിൽ തരാമെന്ന് പറഞ്ഞ് നമ്മൾ അത് മേടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റഷ്യക്ക് അവർക്ക് ഉള്ളൊരു വലിയ സാമ്പത്തിക സ്രോതസ് അവിടെ നിലയ്ക്കും. അതവിടെ നിലച്ചു കഴിഞ്ഞാൽ റഷ്യ സാമ്പത്തികമായിട്ട് കൂടെ തകരും. അത് യുക്രൈൻ യുദ്ധത്തിലും റഷ്യയുടെ യൂറോപ്യൻ അധിനിവേശം നടത്താൻ പോകുന്ന ആ ഒരു പ്ലാനിലും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും. അമേരിക്കയ്ക്ക് അതൊരു വലിയ ആശ്വാസമാകുമെന്നൊരു പോയിന്റ് അവിടെ കിടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അതിന് സാധ്യതയുണ്ടോ? അപ്പൊ ഇതൊരു മാസ്റ്റർ പ്ലാൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും നമുക്ക് $11 കുറഞ്ഞു കിട്ടിയാൽ, നമ്മൾ $11 കുറഞ്ഞു കിട്ടിയാൽ നമ്മൾ അവിടെ നിന്നേ മേടിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് എങ്ങനെ നമ്മൾ ഇതിനെ എന്താ പറയുക, ഡിസെക്ട് ചെയ്തെടുക്കും? ഒരു കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ എണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ശ്രദ്ധിക്കുന്ന പ്രേക്ഷകർക്ക് അറിയാൻ കഴിയും, ഇന്ത്യ എല്ലാ കാലവും ഈ സൗദിയോടും മറ്റ് GCC രാജ്യങ്ങളോടും OPEC രാജ്യങ്ങളോട് അഭ്യർത്ഥിക്കുന്ന ഒരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ഞങ്ങൾക്ക് വില കുറച്ച് തരണം. 2, നിങ്ങൾ ഡോളറിൽ നിന്ന് മാറ്റി ഞങ്ങളുടെ രൂപയിലേക്ക് നിങ്ങൾ വിനിമയം നടത്തണം. കാരണം ഞങ്ങൾ വലിയ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളാണ്. 3, നിങ്ങൾ എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കണം. എങ്കിൽ മാത്രമേ ലാഭത്തിന് ഞങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നിങ്ങൾ ഈ എണ്ണ ഉൽപ്പാദനം കുറച്ചു കഴിഞ്ഞാൽ ഇത് ഇന്നേ വരെ സൗദിയോ GCC രാജ്യങ്ങളോ കേട്ടിട്ടില്ല. അവര് എണ്ണ ഉൽപ്പാദനം കുറച്ചു നിർത്തിക്കൊണ്ട് ഇതിന് വലിയ വില വർദ്ധിപ്പിച്ചിട്ട് എണ്ണ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്. അവിടെ നിന്നാണ് ശ്രീ നരേന്ദ്രമോദി വന്നതിന് ശേഷം മിഡിൽ ഈസ്റ്റ് മാത്രമല്ല എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾ എന്ന് തെളിയിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇന്നിപ്പോൾ 41 രാജ്യങ്ങൾ, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ ഏതാണ്ട് 26-27 രാജ്യങ്ങളിൽ നിന്ന് മാത്രമാണ് നമുക്ക് എണ്ണ വരവുള്ളത്. അതും വലിയ രീതിയിൽ തന്നെ വരുന്നത് അപ്പോഴും മിഡിൽ ഈസ്റ്റിൽ നിന്ന് 50% മേളിൽ വരുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്ന്. അതൊന്നും റഷ്യ നമ്മളുടെ ഒരു ഇതല്ല. കാരണം റഷ്യയുടെ നിന്ന് വാങ്ങുന്ന ലാഭകരമല്ലാത്തതുകൊണ്ടായിരുന്നു. പിന്നീട് നരേന്ദ്രമോദി വരികയും നമ്മളുടെ ഈ വാങ്ങൽ അതിന്റെ ഒരു കപ്പാസിറ്റി കൂട്ടിക്കൊണ്ട് 41 രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. സ്വാഭാവികമായി തന്നെ നമുക്കിപ്പോൾ ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, സൗദി അറേബ്യ ഇപ്പോൾ വളരെ താഴെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ആ ഒരു എണ്ണ വാങ്ങുന്നതിൽ നിന്ന്. കാരണം അടിക്കടി ഉണ്ടാകുന്ന യുദ്ധം, അതുപോലെ തന്നെ നമ്മളെ മൈൻഡ് ചെയ്യാതെ അവരുടെ ഇഷ്ടത്തിലേക്ക് കാരണം ഒരു കച്ചവടമാകുമ്പോൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യം വരുന്നു. ഇത് അവരെ ഒരുപാട് തന്നെ ബാധിച്ചിട്ടുണ്ട്. പിന്നീട് UAE അടക്കമുള്ള രാജ്യങ്ങളിൽ നമ്മൾ കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. കാരണം അവർ കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാനും മറ്റുമൊക്കെ തുടങ്ങി. ഇപ്പോൾ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. കാരണം റഷ്യയിൽ നിന്ന് നമ്മൾ കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യും. കാരണം നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഹോർമസ് അടക്കമുള്ളിടത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നമ്മളിപ്പോൾ മിഡിൽ ഈസ്റ്റിലെ ഉള്ള രാജ്യങ്ങളിലെ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുമായിട്ട് ദീർഘകാല കരാറുകൾ എല്ലാം റദ്ദ് ചെയ്തു. നമുക്കിപ്പോൾ ദീർഘകാല കരാറില്ല, സ്പോട്ട് കരാർ മാത്രമേ ഉള്ളൂ. അതായത് ഇന്ന് ഇപ്പൊ ധനുഷ് പറഞ്ഞതൊക്കെ വില കുറച്ച് കിട്ടുന്നു, ഓക്കെ ഞങ്ങൾ വരാം, ഞങ്ങൾക്ക് തന്നേക്കൂ എന്ന് പറയുന്ന സ്പോട്ട് ആയിട്ടുള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പം ഓഗസ്റ്റ് വരെ ഇപ്പോൾ ഓൾറെഡി ഉള്ള എണ്ണയുടെ ബുക്കിംഗ് കഴിയുകയും ചെയ്തു, അതെല്ലാം റഷ്യയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായി തന്നെ ഈ പറയുന്ന OPEC രാജ്യങ്ങളെ സംബന്ധിച്ച് നഷ്ടമാണ്. കാരണം ഡിസ്കൗണ്ട് റേറ്റിൽ ഒരുത്തിനും കൂടെ വിൽക്കാൻ നിൽക്കുമ്പോൾ എന്തായാലും ആ
ഒരു രാജ്യവും അവിടെ പോയിട്ട് കൊള്ള പൈസയ്ക്ക് സാധനം വാങ്ങില്ല. അപ്പോൾ ഡിസ്കൗണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് 11 രൂപ ഡിസ്കൗണ്ട് കിട്ടുന്നു, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നിന്ന് കിട്ടുന്നു, സൗദിയിൽ നിന്ന് കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ തന്നെ ഓഫർ സ്വീകരിക്കും. യാതൊരു മടിയും ഉണ്ടാകത്തില്ല അതിനകത്ത്. കാരണം നമുക്ക് ലാഭത്തിന് കിട്ടുക. കാരണം ഇവിടെ നമ്മുടെ ജനത്തിന് അത് ലാഭകരമായി ആ പെട്രോൾ കൊടുക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഒപ്പം തന്നെ മുമ്പത്തെ സർക്കാരുകൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഭയമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ജനങ്ങളുടെ ചാർജ് കൂടുന്നതായിരുന്നില്ല പ്രശ്നം. അന്ന് സബ്സിഡിയെ കൊടുത്ത് അതിനകത്ത് ഉണ്ട് വെട്ടിപ്പും തട്ടിപ്പും കമ്മീഷനും മേടിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ. ഇപ്പൊ അത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ടും മിഡിൽ ഈസ്റ്റിൽ നിന്ന് എണ്ണ കൊണ്ടുവരാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും. ഇവിടെ തനുഷ് പറഞ്ഞ പോയിന്റും വളരെ കറക്റ്റാണ്. ഒരുപക്ഷെ അമേരിക്കയ്ക്ക് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ കഴിഞ്ഞ ദിവസം ഇന്ത്യ പറഞ്ഞില്ല താരിഫൊന്നും ഞങ്ങൾ വകവെക്കുന്നേ ഇല്ല. കാരണം അമേരിക്കയ്ക്ക് ഇരട്ടത്താപ്പാണ്. കാരണം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പലതും ഇപ്പോഴും റഷ്യയുടെ എണ്ണയും ഗ്യാസും ഒക്കെ വാങ്ങുന്നുണ്ട്. അവർക്കൊന്നും താരിഫില്ല, ഞങ്ങൾക്ക് മാത്രം താരിഫ് അടച്ച് അംഗീകരിക്കാൻ കഴിയത്തൊന്നുമില്ല. ഞങ്ങൾ റഷ്യയുടെ തന്നെ വാങ്ങുകയാണ് ചെയ്യുന്നത്. റഷ്യയുടെ ഇപ്പോൾ എണ്ണ വാങ്ങുന്നത് നമ്മൾ പണം കൊടുത്ത് മാത്രമല്ല, റഷ്യയുടെ കൂടുതൽ ഇവിടെ തന്നിട്ട് ഇവിടുന്ന് ശുദ്ധീകരിച്ച് നമ്മൾ അങ്ങോട്ടേക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വില കുറയുന്നത് മാത്രമല്ല വലിയ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നിലവിൽ നമുക്ക് $5 ഡിസ്കൗണ്ടിലായിരുന്നവർ $5 ഡിസ്കൗണ്ടിലായിരുന്നവർ തന്നുകൊണ്ടിരുന്നതെങ്കിൽ ബാരലിന് ഇപ്പോൾ കുറച്ചുകൂടി ലാഭകരമാണ്. കാരണം അവർ ക്രൂഡ് ഓയിൽ തരികയും നമ്മൾ പ്രോസസ് ചെയ്ത് അവർക്ക് തന്നെ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടെ വരുന്നുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യം അത് മാത്രമല്ല, ഇപ്പോൾ സൗദി അടക്കമുള്ള ഇപ്പൊ സൗദി ഈ ഒരു റേറ്റ് കുറച്ചെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി മറ്റു രാജ്യങ്ങളും ആ വഴിക്ക് തന്നെ നീങ്ങത്തുള്ളൂ. ഇപ്പൊ കച്ചവടം അങ്ങനെ തന്നെയാണല്ലോ. ഒരുത്തൻ 11 രൂപ കുറച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തവർ 10 രൂപയ്ക്ക് കൊടുക്കാൻ തയ്യാറാകും. കാരണം കൂടുതൽ ബൾക്ക് ആയിട്ട് അവരുടെ സാധനങ്ങൾ വിറ്റുപോകും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇത് എനിക്ക് തോന്നുന്നു വളരെ കാലമായി ഇന്ത്യ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇന്നിപ്പോ നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്കത് തരുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത് നീങ്ങി എന്നുള്ളതാണ് ഏതൊരു ഇന്ത്യക്കാരനെ സംബന്ധിച്ച്. കാരണം ഇത്തരം വാർത്തകൾ സ്ഥിരമായി കാണുന്ന ഏത് പ്രേക്ഷകനും അറിയാൻ കഴിയും. നിരന്തരം ഇന്ത്യയുടെ ആവശ്യമായിരുന്നത്. ആ ആവശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പറയാതെ ഇങ്ങോട്ടേക്ക് ഓഫർ വെക്കുന്ന തരത്തിലേക്ക് മാറി. അത് കാലത്തിന്റെ ഒരു മാറ്റമാണത്. മാറി മറിയുമ്പോൾ സംഭവിക്കും. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സൗദി കണക്ക് ഒരു രാജ്യം നമുക്ക് ഡിസ്കൗണ്ടിൽ എണ്ണ തരുമെന്ന്? ഇല്ലെങ്കിൽ വരൂ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്തു തരാമെന്ന് പറയുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ കുറെ കാലമായിട്ട് സൗദിയുമായിട്ട് നമ്മൾ അത്ര ഒരു വലിയ ഡീലിങ്സിൽ വല്ലായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യം, ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഈ എണ്ണ തരാമെന്ന് പറഞ്ഞെങ്കിലും ആ എണ്ണ ഇവിടെ എങ്ങനെ എത്തുമെന്നുള്ളൊരു വലിയ ചോദ്യം തന്നെയുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. സംഘർഷ വരുന്ന അതൊരു വലിയ റിസ്ക് ആണ്. അവർ തരാമെന്ന് പറഞ്ഞാലും ഇന്ത്യ എനിക്ക് തോന്നുന്നില്ല റിസ്ക് എടുത്ത് അത് വാങ്ങാൻ പോകുന്നുള്ളൂ. കാര്യം ഈ ഹോർമുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പാടെ കലുഷിതമായിട്ട് കിടക്കുക. ഇനി വേറെ എന്തെങ്കിലും ഒരു മാർഗത്തിലൂടെ എത്തിക്കുമോ ഇല്ലയോ, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റൂട്ട് ഇപ്പൊ ചെങ്കടലും കൂടെ ബ്ലോക്ക് ചെയ്യുമെന്നാണ് ഹൂത്തികൾ അറിയിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അവിടുന്ന് എങ്ങനെ എത്തുമെന്നുള്ള കാര്യത്തിലൊന്നും പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഓഫർ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷെ ഓഫർ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഏത് റിസ്ക് എടുത്തും ആ ഓഫർ സ്വീകരിച്ച് എണ്ണ ഇറക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നതെന്ന് അറിയില്ല. പക്ഷെ എന്തായാലും ഒരു വലിയ മാറ്റം. കാരണം മുമ്പൊരിക്കൽ നമ്മൾ ഒരുപാട് തവണ ആവശ്യപ്പെട്ടിട്ട് നൽകാതിരുന്ന ഒന്ന് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് നമുക്ക് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് സൗദി പോലെ ഈ ഹോർമൂസ് നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഹോർമൂസ് ഇനി ആവശ്യമില്ല, പുതിയ മാസ്റ്റർ പ്ലാനുകൾ തേടിക്കൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ, UAE അടക്കമുള്ള രാജ്യങ്ങൾ. അപ്പോൾ ഇവരുടെ ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിനുവേണ്ടി ഇവർ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഇവർ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നുണ്ട്. ഇത് ഈ യുദ്ധത്തിന് മുമ്പേ തുടങ്ങിയ സംഭവം. അതിൻ്റെ ഈ പരിപാടി ഇപ്പോൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈൻ, അത് ഹോർമൂസ് ഇല്ലാതെ തന്നെ നമുക്ക് റെഡ് സീ പോർട്ടുകൾ വഴി ഈസ്റ്റേൺ ഫീൽഡ്സ് വഴി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. 1200 കിലോമീറ്റർ ലെങ്ത് ആണ് ഈ പൈപ്പിനുള്ളത്. 7 മില്യൺ ബാരൽ എണ്ണ പെർ ദിവസം ഈ പൈപ്പിലൂടെ പോകും എന്നുള്ളതാണ്. യാൻബു ടെർമിനൽ ഹബ്ബ് വഴിയാണ് ഇത് പോകുന്നത് എന്നുള്ളൊരു വാർത്ത നമ്മൾ പുറത്തു. ഈസ്റ്റ് വെസ്റ്റ് ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈൻ ഒന്നാമത്തത്, ഇത് 1200, അതാണ് ഞാൻ പറഞ്ഞത്, അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഒരു ബൈപ്പാസ് ആണ്, ഹോർമൂസ് ഇല്ലാതെ തന്നെ എണ്ണ എത്തിക്കാൻ പറ്റുന്ന ഒരു ബൈപ്പാസ്. പിന്നെ ഇതിന് പമ്പിംഗ് സ്റ്റേഷനുകൾ കാണും, ഇതിന് എക്സ്പോർട്ട് ഹബ്ബ് കാണും. ഒരു ബ്രോഡർ വിഷനിലാണ് സൗദി കൊണ്ടുവന്നത്. ഇത് സൗദിയുടെ മാത്രം ഒരു കാര്യമാണ്. UAEയും പിന്നെ മറ്റ് രാജ്യങ്ങളും അടക്കം എണ്ണ, ഈ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളും ഈ പൈപ്പ് ലൈൻ വഴി എണ്ണ മറ്റ് രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അപ്പം അതുവഴി ആയിരിക്കാം മിക്കവാറും എന്നെനിക്ക് തോന്നുന്നു. പക്ഷെ അതിനൊരു വലിയ പരിമിതിയുണ്ട്. ഈ പൈപ്പ് ലൈൻ വഴി കൊണ്ടുവരുന്നത് ബൾക്കായിട്ടൊരു, ഇപ്പോൾ ഇന്ത്യ എണ്ണ വാങ്ങുന്ന പോലെ ഒരു ബൾക്ക് ക്വാണ്ടിറ്റി കിട്ടില്ല അതിന്. അതിനകത്ത് ഇപ്പം പെർ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അത് എല്ലാ രാജ്യങ്ങൾക്കും കൊടുക്കണ്ടേ, ഇന്ത്യക്ക് മാത്രമല്ലല്ലോ തരുന്നത്. എല്ലാവർക്കും കൊടുക്കാനുള്ള എണ്ണ ഇല്ല അതിൽ എന്നുള്ളതാണ് അതിനകത്ത് മറ്റൊരു കാര്യം. അപ്പൊ ഒരുപക്ഷെ അത് കുറച്ച് വാങ്ങാൻ കഴിയുമെന്നുള്ളതല്ലാതെ ഇപ്പൊ 7 ലക്ഷം ബാരൽ പെർ ഡേ എന്നല്ലേ പറഞ്ഞത്, 7 ലക്ഷം. ഇന്ത്യയുടെ ഇപ്പൊ പെർ ഡേ നമ്മൾ വാങ്ങുന്നത് 50 ലക്ഷം ബാരലാണ് നമ്മൾ വാങ്ങുന്നത്. അതിൽ നിന്ന് ഈ 7 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ലാഭത്തിന് കിട്ടിയത് കൊണ്ടാണ് കേട്ടോ. ഇപ്പൊ ഒന്ന് ഈ കടലിൽ ഈ റഷ്യൻ കപ്പലുകളെല്ലാം വന്ന് കിടന്നിരുന്നു. അപ്പം ട്രംപ് പറഞ്ഞായിരുന്നല്ലോ 7 ലക്ഷം, 7 മില്യൺ എന്ന് പറയുമ്പം 70 ലക്ഷം ബാരൽ.
എണ്ണ അതുവഴി 70 ലക്ഷം പറയുന്നത്. പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ കുറച്ച് രാജ്യങ്ങൾക്ക് ഒക്കെയാണ്, ഇന്ത്യ അടക്കമുള്ള കുറെ രാജ്യങ്ങൾക്ക് ആവശ്യത്തിലധികം എണ്ണ ലഭ്യമാകും. പക്ഷെ ഈ പൈപ്പ് ലൈൻ എന്നത്തേക്ക് യാഥാർത്ഥ്യമാകുമെന്ന് അറിയില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. അപ്പൊ അതിന് ടൈം എടുക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. പക്ഷെ ഇതിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ വെച്ചാൽ ഈ മിക്ക എണ്ണ ഉത്പാദക രാജ്യങ്ങളും അവരുടെ ടാങ്കറുകളിൽ എണ്ണ നിറച്ച് പുറംകടലിൽ കൊണ്ടിടാറുണ്ട്. കാരണം ഇവരുടെ ഉത്പാദനമൊക്കെ വർദ്ധിക്കുന്ന സമയത്ത് ഓവർഫ്ലോ ആയിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്തേക്ക്. ഇറാൻ ഇപ്പോൾ ചെയ്തിരിക്കുന്ന, ഇറാന്റെ കപ്പലുകൾ അനവധി കിടപ്പുണ്ട്, ഷിപ്പുകൾ കടലിൽ. അപ്പോൾ അവർക്ക് ഇത് എങ്ങോട്ട് വേണമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള എണ്ണകളാണോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. കാരണം റഷ്യയുടെ നമ്മൾ എങ്ങനെയാണ് എണ്ണ വാരിക്കൂട്ടിയത്? കാരണം റഷ്യയുടെ ഒരുപാട് എണ്ണകൾ പുറംകടലിൽ കിടക്കുന്ന ആ ഷിപ്പുകളാണ് പെട്ടെന്ന് തന്നെ നൊടിയിടയ്ക്കുള്ളിൽ ഇന്ത്യൻ പോർട്ടുകളിലേക്ക് എത്തിയത്. ആ ഇടയ്ക്ക് തന്നെ ഇറാന്റെ എണ്ണയും നമ്മൾ വാങ്ങിയിരുന്നു. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ സൗദിയുടെയും അങ്ങനെ തന്നെ ആയിരിക്കാം. കാരണം ഒരു ഷിപ്പിൽ നിറച്ചങ്ങനെ ഇടുന്ന ഒരു രീതിയുണ്ട് ഇവർക്ക്. അപ്പൊ അത്തരം ഷിപ്പുകൾ പെട്ടെന്ന് നീക്കിക്കൊണ്ട് വരാൻ ഒരുപക്ഷെ ഇന്ത്യൻ സമുദ്ര അതിർത്തിക്ക് സമീപം ഒക്കെ ആയിരിക്കാം ഇവരുടെ ആ എണ്ണ ശേഖരത്തിന്റെ ഷിപ്പുകൾ ഉള്ളത്. അങ്ങനെയും വരാം. പക്ഷെ ഏതായാലും നമ്മളെ സംബന്ധിച്ച് അതിന്റെ ഒരു അത്ഭുതവും സന്തോഷവും എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലാകാലങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു മൻമോഹൻ സിംഗിന്റെ കാലത്ത് തൊട്ടേ നമ്മൾ ആവശ്യപ്പെടുന്ന, പുതിയതായിട്ട് ആവശ്യപ്പെടുന്ന അല്ല, മോദി വന്നിട്ട് ആവശ്യപ്പെടുന്ന അല്ലത്, മൻമോഹൻ സിംഗിന്റെ കാലം തൊട്ടേ നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. കാരണം ഞങ്ങളുടെ ബുദ്ധിമുട്ടിലാക്കരുത്, ഞങ്ങളുടെ ഗതികേട് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയും ചൈനയും അടക്കം പറഞ്ഞിരുന്നു. കാരണം ഞങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്നത്, അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഡോളർ മാറ്റണം എന്ന് പറഞ്ഞു. അവരത് കേട്ടില്ല. ഇന്ന് UAE അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യൻ റുപ്പീസിൽ കച്ചവടം ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷം വരും. പണ്ട് നമ്മൾ ഇതെല്ലാം പറഞ്ഞിട്ട് അവർ കേൾക്കാത്തതാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എണ്ണ ഉൽപ്പാദനം കൂട്ടണം, ഞങ്ങൾക്ക് കൂടുതൽ എണ്ണ നിങ്ങൾ തരണം. എണ്ണ ഉൽപ്പാദനം കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് വില കുറയും. പക്ഷേ അത് സൗദി അല്ലല്ലോ തീരുമാനിക്കുന്നത്, ഇത് അമേരിക്കയാണല്ലോ തീരുമാനിക്കുന്നത് വില കൂട്ടണോ കുറയ്ക്കണോ ഇല്ലെങ്കിൽ എങ്ങനെ കച്ചവടം ചെയ്യണമെന്ന്. അങ്ങനെയായിരുന്നു ആ കാര്യങ്ങൾ പോലും. അതെല്ലാം ഇപ്പോൾ പാടെ മാറി മറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഡിസ്കൗണ്ട് റേറ്റിൽ തരാമെന്ന് പറയുന്നു. അതും $11 ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു തുകയല്ല, ഒരു വലിയ തുക തന്നെയാണ്. അതിനകത്തൊരു വലിയ വേരിയേഷൻസ് തന്നെ ഉണ്ട്. പക്ഷേ ഈ വരും ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ നമുക്ക് അറിയാൻ കഴിയും എങ്ങനെയാണ് അത് എത്തിക്കാൻ പോകുന്നതാണ്. കാരണം ഇപ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇന്ത്യ ഇപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് പുറത്തു വിടുന്നില്ല. എത്ര ഷിപ്പ് റഷ്യക്ക് പോകുന്നുണ്ടെന്നോ എത്ര എണ്ണ വരുന്നുണ്ടോന്നോ ഒന്നും വിടുന്നില്ല. ഇത് ചില ഈ ഷിപ്പുകളെ ട്രാക്ക് ചെയ്യുന്ന സൈറ്റുകളെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് കൊടുക്കുന്നത്. ഇത്ര ബാരൽ വന്നിട്ടുണ്ട്, ഇത്ര ബാരൽ പോയിട്ടുണ്ടെന്നൊക്കെ ഉള്ളത്. കാരണം കൃത്യമായ കണക്കും കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. അതിനകത്ത് ഈ GPS ഒക്കെ ഓഫ് ചെയ്ത് വരുന്ന ഷാഡോ ഫ്ലൈറ്റുകളുടെ എണ്ണം ഇത് വരികയില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഏതായാലും ഒരു വലിയ വാർത്ത എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഒരു കാലത്ത് നമ്മൾ അങ്ങോട്ട് യാചിച്ചിട്ടും കിട്ടാത്ത കാര്യം ഇപ്പോൾ വെള്ളിത്തെളിയിൽ വെച്ച് ഇങ്ങോട്ട് നീട്ടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്.